അപ്പൊ നമ്മൾ ഇന്ന് ആംസ്റ്റർഡാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ കൊച്ചിനി, ഹായ് പറ. ഓക്കെ ഓക്കെ കിച്ചു, ഹായ്. ഓക്കെ, ലെറ്റ്സ് ഗോ, കം ഓൺ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ നെസ് ഓൺ വീൽസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ആംസ്റ്റർഡാം ഡേ 2 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആംസ്റ്റർഡാം സിറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ ഇന്ന് 31 ഡിസംബർ ആണ്. അപ്പം ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈവനിങ് കുട്ടികളുടെ ഒരു ഫയർ വർക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് തിരിച്ച് റൂമിലെത്തി നമ്മളുടെ ഒരു ചെറിയ ന്യൂ ഇയർ ആഘോഷം വീട്ടിൽ, അതൊക്കെയാണ് പ്ലാന്. അപ്പോൾ നമുക്ക് ആംസ്റ്റർഡാം സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. നമ്മുടെ അക്കോമഡേഷനിൽ നിന്ന് കാർ പാർക്കിങ്ങിലോട്ട് ഒരു 10 മിനിറ്റ് നേരത്തെ നടത്തമുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെയാണ് നമ്മൾ നടന്നങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന സീനറി. ഇതുപോലെ വെള്ളത്തിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ അക്കോമഡേഷൻ, നമ്മൾ നേരത്തെ കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്ത് ഇതുപോലുള്ള നാരോ വഴിക്കടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. കണ്ടില്ലേ, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വഴികളാണ്. എന്നിട്ട് ഇതുപോലെ വാട്ടറിൻ്റെയൊക്കെ സൈഡിലാണ് പോകുന്നത്. വാട്ടറിൻ്റെയൊക്കെ സൈഡായതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെയൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇവരറിയാതെ എടുത്ത് ചാടി കഴിഞ്ഞാൽ നല്ല ആഴമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ആംസ്റ്റർഡാമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന വാഹനം എന്ന് പറയുന്നത് സൈക്കിളാണ്. ഈ സൈക്കിൾ റെൻറ്റിന് വെച്ചേക്കുന്ന സ്ഥലമാണ് കാണുന്നത്. കണക്കുകൾ പറയുന്നത് ഏതാണ്ട് 7,80,559 ആൾക്കാരാണ് ആംസ്റ്റർഡാമിലുള്ളത്. പക്ഷേ അവിടെയുള്ള സൈക്കിളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 8,81,000 ആണ്. അതായത് ആൾക്കാരെക്കാട്ടിലും ഒരുപാട് കൂടുതലാണ് സൈക്കിളുകളുടെ എണ്ണം. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ആംസ്റ്റർഡാം അറിയപ്പെടുന്നത് ബൈസൈക്കിൾ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ്. സിറ്റിയിലെ മെയിൻ ബൈക്ക് സ്റ്റോറേജിൻ്റെ പേര് ഫിയറ്റ് സ്റ്റെപ്പോർട്ട് എന്നാണ്. അവിടെ തന്നെ ഏതാണ്ട് 75,000 ബൈക്സ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ ആംസ്റ്റർഡാമിലെ കനാൽസിൽ നിന്ന് ബൈക്കുകൾ എല്ലാ വർഷവും പറക്കിയെടുക്കാറുണ്ട്. അതായത് ബൈക്ക് ഫിഷിംഗ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഏതാണ്ട് 12,000 to 15,000 ബൈസൈക്കിൾസ് ആണ് അവർ കനാലിൽ നിന്ന് പൊക്കിയെടുക്കുന്നത് എല്ലാ വർഷവും. അതുപോലെ കണക്കുകൾ പ്രകാരം ഏതാണ്ട് 1,00,000 ബൈക്കുകളാണ് ഒരു വർഷം അവിടെ മോഷണം പോകുന്നത്. അതുപോലെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന കാഴ്ചയാണ് ഡച്ചുകാരും തന്നെ ബൈക്ക്, അതായത് സൈക്കിൾ റൈഡ് ചെയ്യുമ്പോൾ ഹെൽമെറ്റ് യൂസ് ചെയ്യാറില്ല. അതെന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവിടുത്തെ റോഡ് അത്രയ്ക്കും സേഫാണ്. അതായത് അവിടെ ഡച്ചുകാർ കാർ ഓടിക്കുമ്പം സൈക്കിളുകാരെ അതുപോലെ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ അത്ര സേഫ് ആയതുകൊണ്ടാണ് അവരാരും തന്നെ ഹെൽമെറ്റ് യൂസ് ചെയ്യാത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ നമ്മൾ ആംസ്റ്റർഡാമിലെ ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷൻ, അതായത് വളരെ വലിയ സ്റ്റേഷനാണ്. നമ്മൾ ആംസ്റ്റർഡാം എന്ന് പറയുമ്പം ഫോട്ടോസൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവരും കാണുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്. ഇത് ആ കാണുന്നതാണ് ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷൻ. അപ്പം ഏതാണ്ട് 2,50,000 പീപ്പിളാണ് ആ സ്റ്റേഷൻ കടന്ന് അതുവഴി പോകുന്നത് പെർ ഡേ എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ്, അത് വാക്കബിൾ ഡിസ്റ്റൻസിലുള്ള അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണ് സെലക്ട് ചെയ്തത്. വളരെ വലിയ ഒരു പാർക്കിംഗ് ആണിത്. ഈ പാർക്കിംഗ് സ്പേസിൻ്റെ പേര് വന്നിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ പാർക്കിംഗ് സെൻട്രം ഓസ്റ്റർഡോക്ക് എന്നാണ്. അവരുടെ ഡച്ചിൽ ഇത് വേറെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പം ഇവിടുത്തെ ചാർജും വളരെ ചീപ്പാണ്. അതായത് ഏതാണ്ട് 25 യൂറോയേ ഉള്ളൂ 24 ഹവേഴ്സിന്. പിന്നെ നമ്മുടെ സെൻട്രലിൽ തന്നെയാണ്, അതാണ് ഏറ്റവും ഗുണം. എല്ലായിടത്തോട്ടും ഈസി വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. നമുക്ക് പാർക്കിംഗ് ചാർജ് ലാഭിക്കണം എന്നുണ്ടെങ്കിൽ പാർക്ക് ആൻഡ് റൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ കുറച്ച് ഔട്ടറിലാണ് താമസിക്കുന്നതെങ്കിൽ സിറ്റിയുടെ ബോർഡറിലേക്കൊക്കെ എത്തുമ്പോൾ ഇതുപോലെ പാർക്ക് ആൻഡ് റൈഡ് ഉണ്ട്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്ത് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലോ അവിടെ തന്നെ നമുക്ക് ട്രെയിൻ, ട്രാം അല്ലെങ്കിൽ ബസ്സിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈവനിങ് തിരിച്ച് വണ്ടി എടുക്കുമ്പം അവിടെ ആ ടിക്കറ്റ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ വളരെ ചീപ്പായിട്ട്, അതായത് 5 യൂറോയോ അങ്ങനെ എന്തോ ഉള്ളൂ. അപ്പോൾ നമ്മൾ 3rd ഡേയിൽ അതാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പിന്നീട് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷനും ഉണ്ട്. നമ്മൾ പാർക്ക് ആൻഡ് റൈഡ് എടുക്കാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് 31 ഡിസംബർ ആയതുകൊണ്ട് ഇവിടെ ഈവനിങ് ആകുമ്പോഴേക്കും പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം സ്റ്റോപ്പ് ആവും. അപ്പോൾ നമുക്ക് പാർക്ക് ആൻഡ് റൈഡിലേക്ക് പോകാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് കിട്ടാതെ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലേറ്റ് ആയാലും ഈസി ആയിട്ട് വീട്ടിലെത്താമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ പാർക്കിംഗ് എടുത്തത്. അങ്ങനെ നമ്മൾ ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷൻ്റെ മുമ്പിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അവിടെയാണ് ട്രെയിനും കാര്യങ്ങളൊക്കെ കണ്ടല്ലേ. ഇത് ജസ്റ്റ് അങ്ങോട്ട് കയറിയ ഇതിൻ്റെ ഒരു റിസപ്ഷൻ എൻട്രൻസ് ഏറിയാണിത്. അപ്പോൾ അവിടെ നല്ല ക്രിസ്മസിൻ്റെ അടിപൊളി ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ. അപ്പം നമ്മളിപ്പം സ്റ്റേഷൻ്റെ അകത്തേക്കൊന്നും അധികം കയറുന്നില്ല. നമ്മളപ്പം സിറ്റിയൊക്കെ ഇറങ്ങാനാണ് പ്ലാൻ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്. നമ്മൾ ഇവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് നേരെ ഇനി ഇവിടെ ഡാം സ്ക്വയർ, ന്യൂ ചർച്ച്, റിജക്ട് മ്യൂസിയം ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമ്മളിവിടെ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 10-12 മിനിറ്റാണ് നമുക്ക് ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഡാം സ്ക്വയറിലോട്ട്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. കണ്ടില്ലേ, ആംസ്റ്റർഡാം നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും വാട്ടറാണ്. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ അതുപോലത്തെ ഒരു ഇതാണ്. സിറ്റിക്കകത്തും ഫുള്ള് വാട്ടറാണ്. ബോട്ടും കാര്യങ്ങളും അതുപോലത്താണ്. കാഴ്ചകളൊക്കെ ഉണ്ടല്ലേ.
സെൻട്രൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലൊക്കെ എപ്പോഴും ഇതുപോലെ നല്ല തിരക്കാണ്. പിന്നെ റോഡിലെല്ലാം നമുക്ക് ഇതുപോലെ ട്രാംവേസ് കാണാൻ സാധിക്കും. വൺ ഓഫ് ദി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ട്രാം സർവീസാണ് ആംസ്റ്റർഡാം സിറ്റിക്കുള്ളത്. പിന്നെ മിക്ക ട്രാമും സ്റ്റാർട്ട് ചെയ്യുന്ന സെൻട്രൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നാണ്. എന്നിട്ട് സിറ്റിയിലെ പല ഭാഗങ്ങളിലേക്കും ട്രാം റൂട്ട്സ് ഉണ്ട്. ഈ ട്രാം സർവീസ് ശരിക്കും 1875 ആംസ്റ്റർഡാമിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത്രയും ഒരുപാട് ഹിസ്റ്ററി ഉള്ള ട്രാം സർവീസാണ്. പിന്നെ നമുക്ക് ട്രാമിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇതർ നമ്മുടെ ബാങ്ക് കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 1 hour പാസ്സൊക്കെ ഉണ്ട് ട്രാമിലും ബസ്സിലും ട്രെയിനിലും എല്ലാം യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു ബെസ്റ്റ് അട്രാക്ഷനാണ് ഈ കനാൽ ടൂർസ്. അത് നമുക്ക് ഡേയിലും ഈവനിങ്ങും ഉണ്ട്. അപ്പോൾ നമ്മൾ നാളെ ഈവനിങ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കനാൽ ടൂറിൽ നമുക്ക് ഇവിടുത്തെ സിറ്റി ഫുള്ള്, ഇവിടുത്തെ ആർക്കിടെക്ചർ, ഹിസ്റ്ററി, അങ്ങനെ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. കണ്ടല്ലേ, ആ കനാലിൻ്റെ സൈഡിലെ ബിൽഡിങ്സ് ഒക്കെ നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകളാണ്. അത് കാണുമ്പോൾ നമുക്ക് ചരിഞ്ഞ് നിൽക്കുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കും. കണ്ടല്ലേ, മറിഞ്ഞ് വീഴാൻ പോകും എന്ന് തോന്നും. വെള്ളത്തിൻ്റെ മുകളിലാണ് അത് നിൽക്കുന്നത്. ഈ ഹൗസസ് ഒക്കെ ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഡാൻസിങ് ഹൗസസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ലീനിങ് ഒന്നും ആക്സിഡൻ്റലി ഉണ്ടായതല്ല. ഇതൊക്കെ അവർ ഇൻറ്റൻഷനലി അങ്ങനെ ഉണ്ടാക്കിയേക്കുന്നതാണ്. ചില വീടുകളൊക്കെ സ്ട്രീറ്റിലേക്ക് ചരിഞ്ഞാണ് നിൽക്കുന്നത്. അതങ്ങനെയാണ് അതിൻ്റെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഭയങ്കര നാരോ ആയിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലെ വിഡ്ത്ത് അനുസരിച്ചാണ് ഇവിടുത്തെ ടാക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ബിൽഡിങ് ഭയങ്കര നാരോ ആയിട്ട് എന്നിട്ട് അതിൻ്റെ ലെങ്ത് കൂട്ടി ആണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമുക്കങ്ങനെ ഭയങ്കര നാരോ ബിൽഡിങ്സ് കണ്ടല്ലേ. ഇടയ്ക്കൊക്കെ ഉള്ള ചില ബിൽഡിങ്ങുകൾ ഭയങ്കര നാരോ ആയിട്ട് കാണാൻ സാധിക്കും. ഈ കാണുന്നത് ഷിനലിൻ്റെ ഒരു സ്റ്റോറാണ്. കണ്ടില്ലേ, അടിപൊളി ഡിസ്പ്ലേ ഒക്കെയാണ് സൈഡിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ അവിടെ സെയിൽ ഡിസ്കൗണ്ട് 50% എന്ന് എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവായിട്ടുള്ള ഒരു സ്റ്റോറാണ് ഷിനലിൻ്റേത്. നല്ല രസമുണ്ട് അവിടുത്തെ ഡിസ്പ്ലേ ഒക്കെ കാണാൻ. ട്രാം കണ്ടല്ലേ, കാണാൻ നല്ല രസമുണ്ട്. അതിൽ ഹീടെക് എന്നുള്ള കമ്പനിയുടെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് ആ പുറത്ത് ഫുൾ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡാം സ്ക്വയർ അല്ലെങ്കിൽ ഡാം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷൻസ് ആണ്. കാരണം ഇവിടെയാണ് മിക്ക ഇവൻറ്റ്സും ഗ്യാതറിങ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിന് ചുറ്റുമുള്ള ബിൽഡിങ്സും ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്സുകളാണ്. ഇപ്പം നമുക്ക് ആ നേരെ കാണുന്ന ആ ബിൽഡിങ്ങാണ് ദ റോയൽ പാലസ്. ആ നേരെ കാണുന്ന ബിൽഡിംഗ് ഒരു ഹോട്ടലാണ്, ഗ്രാൻഡ് ഹോട്ടൽ ക്രാസ്ന പോൾസ്കി. ഈ കാണുന്നത് ഇവിടുത്തെ നാഷണൽ മോണുമെൻ്റ് ആണ്. ഇത് 22 മീറ്റർ ഹൈറ്റുള്ള ഒരു പോളാണ്. ഇത് 1945 വേൾഡ് വാർ 2 ശേഷം നിർമ്മിച്ചതാണ്. ഒരു ലിബർട്ടി പോളായിട്ടാണ് ആദ്യമേ നിർമ്മിച്ചത്. പിന്നീട് ഇതൊരു നാഷണൽ മോണുമെൻ്റ് ആക്കി മാറ്റുകയായിരുന്നു. ഇവിടെ എല്ലാ വർഷവും 4th മെയിൽ റിമംബറൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതായത് 2nd വേൾഡ് വാറിൽ മരിച്ച ഡച്ച് ആൾക്കാരുടെ ഓർമ്മയ്ക്കായിട്ട്. റോയൽ പാലസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബ്ലൂ ആൻഡ് റെഡ് ഉള്ള ബിൽഡിംഗ് ആണ് ദ ന്യൂ ചർച്ച്. ഈ കാണുന്നതാണ് മേഡം ടുസാഡ്സ് വാക്സ് മ്യൂസിയം. മേഡം ടുസാഡ്സ് എല്ലാവർക്കും അറിയാമല്ലോ. ആദ്യത്തെ മേഡം ടുസാഡ്സ് തുടങ്ങിയത് ലണ്ടനിലാണ് 1835. ഇപ്പോൾ എല്ലാ കോണ്ടിനെൻറ്റുകളിലും ഈ മേഡം ടുസാഡ്സ് ഉണ്ട്. ഇവിടുത്തെ ആൾക്കാർ വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. കണ്ടില്ലേ, കുട്ടികളൊക്കെ നമ്മളോട് ഹായ് പറയുന്നത്. കാണുന്നതാണ് ഇവിടുത്തെ ഫേമസ് മാഗ്ന പ്ലാസ ഷോപ്പിംഗ് സെൻറ്റർ. ഇതിവിടുത്തെ പഴയ മെയിൻ പോസ്റ്റ് ഓഫീസായിരുന്നു. ഇതിവിടുത്തെ വൺ ഓഫ് ദ നാഷണൽ മോണുമെൻ്റ് ആണ്. ഇതിപ്പം കണ്ടില്ലേ, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. അതിൻ്റെ കളർഫുൾ ബ്രിക്സും ഒക്കെ വെച്ചിട്ട് നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണത്. ആംസ്റ്റർഡാം സിറ്റി ഒന്നും പറയാനില്ല. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലും ബ്യൂട്ടിഫുൾ തന്നെ. ബിൽഡിങ്സ് ആയാലും മൊത്തം റോഡൊക്കെ ഭയങ്കര നീറ്റാണ്. കണ്ടില്ലേ, ഇങ്ങോട്ട് ഇതുപോലെ എല്ലാ ബിൽഡിങ്സിൻ്റെയും ഇടയ്ക്ക് ഇതുപോലെ കനാൽസ് ഉണ്ട്. അതുപോലെ ബ്രിഡ്ജസ്, അപ്പുറം എല്ലാം ബ്രിഡ്ജസ് കാണാം. നല്ല ബ്യൂട്ടിഫുള്ളാണ്, ഒന്നും പറയാനില്ല. അടിപൊളി സ്ഥലമാണ്. നമ്മളിപ്പോൾ നടക്കുന്നത് ആൻ ഫ്രാങ്ക് ഹൗസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും കയറുന്നില്ല, കാരണം ഭയങ്കര ക്യൂ ആയിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ജസ്റ്റ് പുറത്ത് നിന്നൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം അങ്ങോട്ട് പോകുന്നത്.
ആ കാണുന്ന ഒരു സ്ട്രീറ്റ് ഫുഡ് സ്റ്റോളാണ്. അവിടെ നല്ല അടിപൊളി ഡച്ച് പേസ്ട്രീസ് ആണ് വിൽക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് ആൻ ഫ്രാങ്ക് ഹൗസിൻ്റെ സൈഡിലെത്തിയിരിക്കുകയാണ്. ഇത് അങ്ങോട്ട് കയറാനുള്ള ഒരു ക്യൂ ആണ്, അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ കൂടെ നടന്ന് എൻ്റെ കനാലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയി നിന്നിട്ട് എന്നാലേ ബിൽഡിങ്ങിൻ്റെ നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റൂ. അപ്പോൾ ദേ ഇവിടെ ഒരു പാൻ കേക്കിൻ്റെ ഒരു ഷോപ്പുണ്ട്. ഇവിടുത്തെ ഡച്ച് പാൻ കേക്ക്സ് എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ നമ്മളിവിടെ കയറി പാൻ കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ പാൻ കേക്ക് കഴിക്കാൻ കയറി. ഞാനൊരു ലാറ്റെ ഓർഡർ ചെയ്തു. ഇവിടെ ലാറ്റെ ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്ട്രോപ്പ് വാഫിൾ കൂടെ കിട്ടും, നല്ല ടേസ്റ്റാണ്. ഞാനൊരു ബേക്കൺ ചീസ് പാൻ കേക്കാണ് ഓർഡർ ചെയ്തത്. അത് ഇവിടുത്തെ ട്രഡീഷണൽ ഡച്ച് പാൻ കേക്കാണ്. ഒന്നുമാണെങ്കിൽ ഓർഡർ ചെയ്തൊരു ഹോം മെയ്ഡ് ആപ്പിൾ കമ്പിൾ റൈസിൻ സിന്നമൺ എന്നുള്ളതാണ്. അത് കുറച്ച് സ്വീറ്റാണ്. അതുപോലെ കൊച്ചുണ്ണിക്കും കിച്ചനും വേണ്ടിയിട്ട് നമ്മളൊരു ബനാന ആൽമണ്ട് ചോക്ലേറ്റ് സോസാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചോക്ലേറ്റ് സോസൊക്കെ ഉണ്ട്. പിന്നെ അവർ ഓരോ ഹോട്ട് ചോക്ലേറ്റും ഓർഡർ ചെയ്തു. പാൻ കേക്ക് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതുപോലൊരു കാര്യം, നമ്മളിവിടെയൊക്കെ റെസ്റ്റോറൻറ്റ്സിലാണെങ്കിലും ടോയ്ലറ്റ്സൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ €1 പേ ചെയ്താൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. നമ്മുടെ ലണ്ടനിലേക്ക് കൂട്ട് റെസ്റ്റോറൻറ്റ്സിലൊന്നും ഈ ടോയ്ലറ്റ്സ് അല്ലെങ്കിൽ റെസ്റ്റ് റൂമൊന്നും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ ഇവിടെ പറ്റത്തില്ല. നമ്മളപ്പം നടന്ന് ഏകദേശം ആൻ ഫ്രാങ്ക് ഹൗസിൻ്റെ ഓപ്പോസിറ്റ് എത്തി. ഇതാണ്ട് ആ കാണുന്ന ബിൽഡിംഗ്, ആ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ബിൽഡിംഗാണ് ആൻ ഫ്രാങ്ക് ഹൗസ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൻ ഫ്രാങ്ക് മ്യൂസിയം എന്നറിയപ്പെടുന്നത്. ആ 3 ബിൽഡിങ്ങുകൾ ചേർന്നതാണ് ആൻ ഫ്രാങ്ക് മ്യൂസിയം. ആൻ ഫ്രാങ്ക് മ്യൂസിയത്തിന് പിന്നിലുള്ള കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി പുള്ളിക്കാരിയുടെ ഫാമിലിയുമായിട്ട് 2 വർഷത്തോളം ജർമ്മൻസിൽ നിന്ന്, അതായത് വേൾഡ് വാർ 2ൻ്റെ സമയത്ത് ജർമ്മൻസ് നെതർലാൻഡ്സ് ഇൻവേഡ് ചെയ്ത സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 2 വർഷത്തോളം ഒളിച്ച് താമസിച്ച ഒരു ബിൽഡിങ്ങാണ്. അന്ന് പുള്ളിക്കാരി എഴുതിയ ഒരു ഡയറി, അതായത് അതാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഡയറിയാണ്. ദ ഡയറി ഓഫ് എ യങ് ഗേൾ അല്ലെങ്കിൽ ദ ഡയറി ഓഫ് ആൻ ഫ്രാങ്ക് എന്നറിയപ്പെടും. അപ്പം പിന്നീട് അവരുടെ ഫാമിലി 1944 പിടിക്കപ്പെട്ടു. അതുപോലെ പുള്ളിക്കാരി ടൈഫസ് വന്ന് മരിച്ചു. അതിനുശേഷം ആൻ ഫ്രാങ്ക് ഫൗണ്ടേഷനൊക്കെ ഉണ്ടായി ഈ ബിൽഡിംഗ് ഒക്കെ പ്രിസർവ് ചെയ്തു. അപ്പോൾ അതാണ് ഈ മ്യൂസിയത്തിൻ്റെ പിന്നിലുള്ള ഒരു കഥ. നമ്മളിനി ഇവിടുന്ന് മ്യൂസിയം പ്ലെയിൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനാണ് പ്ലാൻ. അവിടെയാണ് നമ്മുടെ കുട്ടികൾക്കുള്ള ഫയർ വർക്കൊക്കെ നടക്കുന്നത്. അതുപോലെ അവിടെ റിജക്സ് മ്യൂസിയവും വാൻഗോ മ്യൂസിയം ഒക്കെ ഉള്ളത് അവിടെയാണ്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ആ സ്ഥലത്തിൻ്റെ പേര് മ്യൂസിയം പ്ലെയിൻ എന്നായത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രാം യൂസ് ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കൊച്ചിനെയും കിച്ചും വന്നപ്പോൾ തൊട്ട് പറയുന്നു ട്രാമിൽ കയറണമെന്ന്. അപ്പം നമ്മൾ ട്രാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങോട്ട് പോകാൻ പോവുകയാണ്. നമ്മൾ ട്രാമിലോട്ട് കയറുമ്പോൾ 2 സൈഡിലും ഇതുപോലെ സ്കാനിങ് മെഷീൻ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ ടിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ പേയ്മെൻറ്റ് കാർഡ് സ്കാൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മളത് കയറുമ്പോഴും അതുപോലെ ഏത് സ്റ്റോപ്പിലാണോ ഇറങ്ങുമ്പോഴും നമ്മൾ സ്കാൻ ചെയ്യണം. അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ പേയ്മെൻറ്റ് കാർഡിൽ ചാർജ് ചെയ്യുന്നത്. അതുപോലെ അവർലി പാസസ് ഒക്കെ അവൈലബിൾ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് അവർലി പാസ് എടുക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് ട്രാവൽ ഇൻ ബസ്, ട്രാമ, അതുപോലെ ട്രെയിൻ ഒക്കെ അങ്ങനത്തെ പാസുകളൊക്കെ ഉണ്ട്. മ്യൂസിയം പ്ലെയിനിൽ ഇറങ്ങി അങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് വാൻഗോ മ്യൂസിയം കാണാൻ പറ്റും. നമ്മൾ റിജക്സ് മ്യൂസിയത്തിൻ്റെ അടുത്തോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല ബ്യൂട്ടിഫുൾ ആണ്, ഫുള്ളി ഡെക്കറേറ്റഡ് ആണ്. കണ്ടില്ലേ, ലൈറ്റ്സ് ഒക്കെ ഇട്ട് ന്യൂ ഇയറും ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് എല്ലായിടും നല്ല ഡെക്കറേറ്റഡ് ആണ്. അല്ലെങ്കിൽ തന്നെ ബിൽഡിങ്സും ഒക്കെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീനുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതേ ആ കാണുന്നിടത്താണ് കുട്ടികളുടെ ഫയർ വർക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ, അതായത് ഈവനിങ് നടക്കാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് റിജക്സ് മ്യൂസിയത്തിൻ്റെ ഏരിയയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഫുള്ളി ഡെക്കറേറ്റഡ് ആണ്, ഫുൾ കളർ ലൈറ്റ്സ് ആണ്, കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ ഒരുപാട് ചെറിയ മ്യൂസിയംസ് ഉണ്ട് ഇവിടെ. ഇതേ കണ്ടല്ലേ ഒരെണ്ണം, ഡയമണ്ട് മ്യൂസിയം.
അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മ്യൂസിയംസ് അവിടെ ഇവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കും നമുക്ക്. ഇതാണ് റിജക്സി മ്യൂസിയം. അപ്പം ഇത് ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് മ്യൂസിയമാണ്. റിജക്സ് മ്യൂസിയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ കാണുന്ന ടണൽ. ഈ ടണൽ വഴി ആൾക്കാർക്കും ബൈസക്കിളുകാർക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകാൻ പറ്റും. റിജക്സ് മ്യൂസിയം ആണ് ഇവിടത്തേക്കും ഏറ്റവും ലാർജസ്റ്റ് ആർട്ട് മ്യൂസിയം. ഇതാണ് റിജക്സ് മ്യൂസിയത്തിൻ്റെ റിയർ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ. അതുപോലെ റിജക്സ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് നേരത്തെ ഐ ലവ് ആംസ്റ്റർഡാം എന്നുള്ളൊരു സൈൻ ബോർഡ് ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു നമ്മൾ ആംസ്റ്റർഡാമിൽ പോകുന്നവർ മിക്കരും തന്നെ ഫോട്ടോ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം അത് അവിടെ നിന്ന് മാറ്റി. ഇപ്പം ആ ഐ ലവ് ആംസ്റ്റർഡാം എന്നുള്ള സൈനിൻ്റെ അവിടെ നിന്ന് കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇപ്പോൾ ഷിഫോൾ എയർപോർട്ടിൽ പോകണം. എയർപോർട്ടിലെ അറൈവൽസിലാണ് ഇപ്പോൾ അത് വെച്ചിരിക്കുന്നത്. റിജക്സ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള ഈ ഐസ് സ്കേറ്റിംഗ് കണ്ട് കൊച്ചിനെയും കിച്ചും ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പോൾ രണ്ടുപേർക്കും ഉടനെ ഐസ് സ്കേറ്റിംഗ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ അവർ സ്കേറ്റിംഗ് ഷൂ ഒക്കെ റെൻറ്റിന് കിട്ടും. നമ്മളതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ അവിടെ ചെറിയൊരു പൈസ പേ ചെയ്യുമ്പോൾ നമുക്ക് റെൻറ്റിന് ഷൂ കിട്ടും. അങ്ങനെ കൊച്ചിനിക്ക് പ്രോപ്പറായിട്ടുള്ള ഐസ് സ്കേറ്റിംഗ് ഷൂവും കിച്ചുവിന് ഷൂവിന് മുകളിൽ കൂടെ തന്നെ ഇടുന്ന ചെറിയൊരു ബ്ലേഡ് പോലത്തെ സാധനമാണ് അത് ഷൂവിന് അടിയിൽ ഹിറ്റ് ചെയ്യുന്നത്. കിച്ചു അതിനോട് അത്ര ഹാപ്പി ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ രണ്ടുപേരും സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. കൊച്ചിന് റോളർ ഷൂ സ്കേറ്റിംഗ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് കൊച്ചുണ്ണിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കിച്ചുവിന് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. പക്ഷെ എന്നാലും രണ്ടുപേരും വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യുന്നുണ്ട്. നല്ല തിരക്കുണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഷൂ റെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇത്ര സമയമൊന്നുമില്ല. നമുക്ക് മടുക്കുന്നിടം വരെ ഇവിടെ ഷൂ സ്കേറ്റിംഗ് ചെയ്യാം. പിന്നെ എൻ്റെ തൊട്ടടുത്തായിട്ട് ഫുഡും അതുപോലെ കോഫി, ടീ അല്ലെങ്കിൽ ഹോട്ട് വൈൻ, ഡ്രിങ്ക്സ് അങ്ങനെയൊക്കെ കിട്ടുന്ന ഷോപ്സും അതിൻ്റെ സൈഡിൽ തന്നെയുണ്ട്. അപ്പോൾ ആൾക്കാരിങ്ങനെ വന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുന്നു. കുട്ടികളിങ്ങനെ സ്കേറ്റിംഗ് ചെയ്യുന്നു. നല്ല അടിപൊളി ഒരു ടൈം പാസ്സാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ നടന്നപ്പോഴത്തേക്കും കിച്ചുവിനും പ്രോപ്പർ സ്കേറ്റിംഗ് ഷൂ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മറ്റേത് കൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ പ്രോപ്പർ സ്കേറ്റിംഗ് ഷൂ ചോദിച്ചു. അവരത് തന്നു. എന്നിട്ട് കിച്ചുവിന് മനസ്സിലായി അതുകൊണ്ട് നടക്കുന്ന ഇച്ചിരി റിസ്ക്കാണ്. അതുകൊണ്ട് ചെയറിൽ കയറി എന്നിട്ട് കൊച്ചിനെ കണ്ട് വെള്ളയ്ക്കാണ് കിച്ചു ചെയ്യുന്നത്. അങ്ങനെ അത്യാവശ്യം കുറേ നേരം സ്കേറ്റിംഗ് ചെയ്തു. അവർ മടുക്കുന്നിടം വരെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിഡ്സിൻ്റെ ഫയർ ഷോ ഒക്കെ നടക്കുന്നത്, അതായത് വാങ്കോ മ്യൂസിയത്തിൻ്റെ തൊട്ട് സൈഡിലാണ്. ഈ കാണുന്ന ബിൽഡിംഗാണ് വാങ്കോ മ്യൂസിയം. അപ്പോൾ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ആണ് ഈ ഫയർ വർക്ക് നടക്കുന്നത്. കണ്ടില്ലേ, ഇവിടെയാണ് ഫയർ വർക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ഈ ഫയർ വർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഫയർ വർക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നേക്കുന്ന എല്ലാം പേരൻസും കുട്ടികളുമാണ്. എല്ലാവരും തന്നെ കണ്ടല്ലേ, പേരൻസ് കുട്ടികളാണ് ഇവിടെ മൊത്തം ഉള്ളത്. കുട്ടികളുടെ ഫയർ വർക്ക് തുടങ്ങുന്നത് ഏകദേശം 7 മണിക്കാണ്. കുട്ടികളൊക്കെ നേരത്തെ ഉറങ്ങുന്നതുകൊണ്ട് ഫയർ വർക്ക് അവർ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിന് ശേഷം 12 മണിക്ക് ഇവിടെ അഡൾട്ട്സിനുള്ള ഫയർ വർക്കുണ്ട്. അപ്പം നമ്മളതിനൊന്നും നിൽക്കുന്നില്ല, കാരണം കുട്ടികളെ ഉറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ.
പക്ഷെ അതുപോലെ ഡിജിറ്റൽ ഫയർ വർക്കാണ്. അപ്പം ഇതിൽ പ്രോപ്പറായിട്ടുള്ള ഫയർ വർക്ക് അധികം ഇല്ല, അതുകൊണ്ട് പൊല്യൂഷൻ തീരെ കുറവാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. Oye, vamos a tirar una vez más. Miguelito. Yeah. Dale hasta abajo, baby, no hay más nada. Vamos despacito que te voy a guayar. Dice taquiti taqui 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 ta. Taquiti taqui 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 ta. Muévelo como taquita ta ta ta. Ven acá. Taquiti taqui 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 ta ta ta. Taqui 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 ta. Ven acá. Taquiti taqui taqui taqui. Oye, baby, vamos a hacerlo toda la noche aquí no hay pero. Este bicho para pelo, mami, repicando cuero la noche, rotos en la toque, una negra dura le di hasta la 14. Dale hasta abajo, baby, no hay más nada. Vamos despacito que te voy a guay. അങ്ങനെ നമ്മുടെ ഫയർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടുന്ന് ട്രാം എടുത്ത് വീണ്ടും സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോകാനാണ്. സെൻട്രൽ സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടുന്ന് നമ്മൾ വണ്ടി എടുത്ത് നേരെ വീട്ടിൽ പോകാനാണ് പ്ലാൻ. അപ്പോൾ നമ്മുടെ ആംസ്റ്റർഡാം ഡേ 2 വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആംസ്റ്റർഡാം ഡേ 3 വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.